ഇസ്ലാമിക് ഐഡിയാസുകളെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും എങ്ങനെയും ചിത്രതകളുണ്ടാക്കി, അനൈക്യങ്ങളുണ്ടാക്കി ഇവിടെ മുഴുവനും ലോകത്താകമാനം ആഗോളതലത്തിൽ ഒരു വലിയ ശത്രു സഞ്ചയം തന്നെ ഈ കമ്മ്യൂണിറ്റിയെ, ഈ ഇസ്ലാമിക് ഐഡിയാസുകളെ മുഴുവനും മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് വളരെ ബുദ്ധിപരമായി, വളരെ ശാസ്ത്രീയമായി, വളരെ ചിന്താപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മറുസൈഡ്. ഇനി ലോകത്തെന്തൊക്കെ സംഭവിച്ചാലും ശരി, ദിനേനെ വിശുദ്ധമായ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അമേരിക്കയിൽ നിന്നും, ബ്രിട്ടനിൽ നിന്നും, ജപ്പാനിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, റഷ്യയിൽ നിന്നും, ഹോങ്കോങ്ങിൽ നിന്നും, കൊളംബോയിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും എന്നല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ചിന്തിക്കുന്ന ആളുകൾ, ബൗദ്ധികമായി ആലോചിക്കുന്ന മനുഷ്യന്മാർ, സയന്റിസ്റ്റുകൾ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതുപോലെ സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള ബുദ്ധിജീവികൾ, അവരെല്ലാവരും ഇസ്ലാമിന്റെ തീരങ്ങളിലേക്ക് ദിനേനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇവോൺ റിട്ലി ആരാണെന്നറിയുമോ നിങ്ങൾക്ക്? ഇവോൺ റിട്ലിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാകില്ല. എന്നാൽ ഞാൻ പറഞ്ഞു തരാം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പട്ടാളവുമായി അമേരിക്കൻ പട്ടാളം യുദ്ധത്തിലേർപ്പെട്ട കാലഘട്ടത്തിൽ അവിടെ നടക്കുന്ന യുദ്ധാനന്തര വാർത്തകളെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റാണ് ഇവോൺ റിട്ലി. ഇവോൺ റിട്ലി അഫ്ഗാനിസ്ഥാനിലേക്ക് പറുതയിട്ട് ദേശപ്രച്ഛന്നയായി താലിബാൻ പട്ടാളക്കാർക്കിടയിലൂടെ കടന്നുപോയപ്പോൾ ബ്രിട്ടീഷ് ജേർണലിസ്റ്റായ ഇവോൺ റിട്ലി ദേശപ്രച്ഛന്നയായി അഫ്ഗാനിന്റെ മലമടക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ യാദൃച്ഛികവശാൽ താലിബാൻ പട്ടാളത്തിന്റെ പിടിയിൽ ഇവോൺ റിട്ലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ജേർണലിസ്റ്റ്, ബ്രിട്ടീഷ് പത്രപ്രവർത്തക അകപ്പെടുകയുണ്ടായി. ഞാൻ ആ വിഷയം ചുരുക്കി പറയാം. ഇവോൺ റിട്ലി പിന്നീട് ഈ വിഷയം വളരെ വിശദമായി അനലൈസ് ചെയ്തുകൊണ്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതായത് ഇവോൺ റിട്ലി പറയുന്നു, ഞാൻ താലിബാൻ പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരുടെ പണിഷ്മെന്റ് ജയിലിനകത്ത് തന്നെ താമസിച്ചു. ഞാൻ നോക്കുമ്പോൾ വിശാലമായ എന്റെ ജയിലിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് ചെറിയ വിൻഡോയിലൂടെ ഞാൻ നോക്കുമ്പോൾ വിശാലമായ അഫ്ഗാനിന്റെ മലമടക്കുകളെ എനിക്ക് കാണാൻ കഴിയും. ആ അഫ്ഗാനിന്റെ രൂക്ഷമായ ദുർഘടമായ മലമടക്കുകളിൽ ഞാനിങ്ങനെ സസൂക്ഷ്മം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു ചെറിയ കുഞ്ഞുമകൻ, ആ മകന്റെ കയ്യിൽ പിടിച്ചിട്ട് പിതാവ് നടക്കുകയാണ്. അഫ്ഗാനിന്റെ പരിപരുത്ത ദുർഘടമായ ദുസ്സഹമായ ദുരന്തപൂരിതമായ പടുകൂറ്റൻ പർവ്വതക്കെട്ടുകൾക്ക് ചാരത്തുകൂടി ആ പിതാവ് മകന്റെ കയ്യിൽ പിടിച്ച് നടന്നകഴുമ്പോൾ എവിടെ നിന്നോ ഒരു പള്ളിയുടെ മിനാരത്തിൽ നിന്നും തകർന്ന തരിപ്പണമായ അമേരിക്കൻ പട്ടാളക്കാരുടെ ബോംബർ വിമാനങ്ങൾ കൊണ്ട് തകർന്ന തരിപ്പണമായ ഒരു പള്ളിയുടെ ഓരത്ത് നിന്ന് എവിടെ നിന്നോ ബാങ്കിന്റെ ശബ്ദം മുഴങ്ങുകയാണ്. ബാങ്കിന്റെ ധ്വനി ഇങ്ങനെ ഉയർന്നു കേൾക്കുന്ന താമസത്തിന് ആ മനുഷ്യൻ കുഞ്ഞുമകനെ ചാരത്തിരുത്തി അയാളുടെ തോളത്ത് കിടന്ന ചെറിയൊരു മുസല്ലയെടുത്ത് അയാൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നിവർത്തിയിട്ട് വിരിച്ചു. അയാൾ അവിടെ നിന്ന് മണ്ണിൽ നിന്ന് അംഗസ്നാനം ചെയ്തിട്ട് ആ വെസ്റ്റേൺ സോണിലേക്ക് തിരിച്ചിട്ട മുസല്ലയിൽ നിന്ന് അയാൾ പ്രാർത്ഥനാ നിമിത്തനായി നിസ്കാരം ആരംഭിക്കുകയാണ്. ഇവോൺ റിട്ലി വളരെ വിശദമായി പറയുന്നു, ഞാൻ അഫ്ഗാനിന്റെ മലമടക്കിൽ നിന്ന് ഇങ്ങനെ സസൂക്ഷ്മം നോക്കി ആ പിതാവ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അയാൾ പ്രാർത്ഥനാ നിരതനായ മനസ്സുമായി പടിഞ്ഞാറിന്റെ ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് അയാൾ നിസ്കാരം ആരംഭിക്കുകയാണ്. ഞാനിങ്ങനെ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതാ എവിടെ നിന്നോ അമേരിക്കന്റെ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ പറന്നു വരികയാണ്. ഈ ചെറിയ കുട്ടി പിതാവിന്റെ ചാരത്തിരുന്ന് വാപ്പ എങ്ങനെയാണ് നിസ്കരിക്കുന്നത്, തന്റെ പ്രിയപ്പെട്ട ഉപ്പ എങ്ങനെയാണ് നിസ്കരിക്കുന്നത്, അതിങ്ങനെ സസൂക്ഷ്മം നോക്കിക്കൊണ്ട് മകൻ വളരെ കൗതുകത്തോടെയും രസത്തോടെയും നോക്കിയിരിക്കുമ്പോൾ ആ ചെറിയ കുട്ടി പറന്നു വരുന്ന അമേരിക്കൻ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോകുകയാണ്. കാരണം അവൻ വിശന്ന കുട്ടിയാണ്, ദാഹിക്കുന്ന കുട്ടിയാണ്. അവനിപ്പോൾ വേണ്ടത് ഭക്ഷണമാണ്, അവനിപ്പോൾ വേണ്ടത് മിഠായിയാണ്, അവനിപ്പോൾ വേണ്ടത് ചോക്ലേറ്റ് ആണ്. അവനറിയാം അമേരിക്കൻ പട്ടാളക്കാർ ഈ കാണുന്ന വിമാനങ്ങളിലൂടെ ചിലപ്പോഴൊക്കെ ഭക്ഷണത്തിന്റെ പൊതികൾ വലിച്ചെറിയാറുണ്ട്, ചോക്ലേറ്റ് മിഠായികൾ വലിച്ചെറിയാറുണ്ട്, മധുരമുള്ള
മധുരമുള്ള പായ്ക്കറ്റുകളിൽ മധുരമുള്ള മിഠായികൾ അവർ വലിച്ചെറിഞ്ഞു തരാറുണ്ട്. ഈ ചെറിയ ബാലൻ പിതാവിന്റെ ചാരത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന പിതാവിന്റെ ചാരത്ത് എഴുന്നേറ്റു. അബ്ബാസെ ഹെലികോപ്റ്ററുകൾ വന്ന വഴിയെ അവൻ ഓടിപ്പോയി. ആ അബ്ബാസെ ഹെലികോപ്റ്ററിനകത്തിരുന്നു കൊണ്ട് ബൈനോക്കുലറിലൂടെ താഴേക്ക് നോക്കിക്കൊണ്ട് അതാ ഒരു വാപ്പ നിസ്കരിക്കുന്നു. മകൻ തങ്ങളുടെ ബോംബർ വിമാനത്തിന്റെ നേരെ പാഞ്ഞെടുക്കുന്നു. അമേരിക്കൻ പട്ടാളക്കാർ അവരുടെ ബാഗിലുണ്ടായിരുന്ന ചോക്ലേറ്റ് മിഠായികൾ അവരുടെ കളറുകളിൽ പൊതിഞ്ഞു വെച്ച കവറുകളിൽ പൊതിഞ്ഞു വെച്ച ചെറിയ ചോക്ലേറ്റ് മിഠായികൾ വാരി താഴേക്കെറിഞ്ഞു. ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ആ പ്രിയപ്പെട്ട മകൻ ആ കാണുന്ന ചോക്ലേറ്റ് മിഠായികൾക്ക് പിന്നാലെ പാഞ്ഞു. അതിന്റെ കവറെടുത്തവൻ പൊട്ടിച്ചു. വളരെ എത്രയോ ദിവസമായി ആഹാരം കണ്ടിട്ടില്ലാത്ത കുഞ്ഞുമോൻ, എത്രയോ ദിവസമായി മിഠായി നുണഞ്ഞിട്ടില്ലാത്ത കുഞ്ഞുമോൻ, എത്രയോ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത മുഖത്ത്, എത്രയോ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത വയക്കത്ത് ആശ്വാസത്തിന്റെ തെളിനീർ പ്രവാഹം ഒഴുക്കാൻ ആ ചെറിയ കുഞ്ഞു ചോക്ലേറ്റ് മിഠായികൾ പൊട്ടിച്ചു. ആ പിതാവ് എപ്പോഴും നിസ്കാരത്തിലാണ്. ആ പിതാവിലൊന്നും അറിയുന്നില്ല. ഞാൻ അഫ്ഗാനിസ്ഥാനിന്റെ മലമടക്കുകളിലുള്ള അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പട്ടാളക്കാരനെ പാർത്തു വെച്ചിരുന്ന പട്ടാളക്കാരനെ താമസിപ്പിച്ച ആ പണിഷ്മെന്റ് ജയിലിന്റെ അകത്തളത്തിൽ നിന്ന് ഞാൻ സൂക്ഷ്മതയോടെ നോക്കുകയാണ്. ഇവോൺ റുട്ട്ലി പറഞ്ഞു, ആ ചെറിയ കുഞ്ഞുബാലൻ ചോക്ലേറ്റ് മിഠായികൾ എടുത്ത് വായ്ക്കകത്തേക്ക് ഇട്ട് കടിച്ചതേ ഉള്ളൂ. അത്യുഗ്രശേഷിയുള്ള ഒരു ബോംബ് ബ്ലാസ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. ആ ചെറിയ ബാലന്റെ തലയോട്ടി അച്ചുത്തത്തിൽ പൊട്ടിത്തെറിച്ച് ചിന്ന ഭിന്നമായി തകർന്ന തരിപ്പണമായി ആ ചെറിയ ബാലന്റെ ബോഡിയാകെ പാർട്സായി പീസായി മാറിക്കഴിഞ്ഞു. ഞാൻ നോക്കുന്നു, അപ്പോഴും ആ പിതാവ് നിസ്കാരത്തിലാണ്. അദ്ദേഹം തന്റെ പ്രാർത്ഥനയിൽ നിന്നും മാറിയിട്ടില്ല. അദ്ദേഹം തന്റെ പ്രാർത്ഥന ഒഴിവാക്കി ആ പൊട്ടി തകർന്ന തരിപ്പണമായ കുഞ്ഞുമോന്റെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക്, ജനാസയുടെ അടുത്തേക്ക് ഓടി അദ്ദേഹം ചെന്നിട്ടില്ല. അദ്ദേഹം സലാം വീട്ടി. ആദ്യം പിന്നെ ഇടതുഭാഗത്തേക്ക് സലാം വീട്ടി എഴുന്നേറ്റ് നേരെ ചെന്നു. നോക്കുമ്പോൾ തന്റെ കുഞ്ഞുമകന്റെ ഡെഡ് ബോഡി ചിന്നിച്ചിതറി തകർന്ന തരിപ്പണമായി നശിച്ച് നാമാവശേഷമായി കിടക്കുകയാണ്. ഒരു പോളിത്തീൻ കവറെടുത്തു. അവിടെ കിടന്ന ഡെഡ് ബോഡി സ്വന്തം കൈകൊണ്ട് വടിച്ച് അരിച്ചരിച്ച് കിട്ടിയ സാധനങ്ങളെല്ലാം പറക്കി ആ പോളിത്തീൻ കവറിനകത്തിട്ടു. എന്നിട്ടതാ സ്വന്തം കൈകൊണ്ടൊരു കുഴിയെടുത്തു. ആ ഡെഡ് ബോഡി തകർന്ന തരിപ്പണമായ ജനാസ എടുത്ത് മുന്നിൽ വെച്ചിട്ട് ആ പിതാവ് വീണ്ടും നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ആ പണിഷ്മെന്റ് ജയിലിന്റെ അകത്തിരുന്ന് ആലോചിച്ചു പോയി. ആ പാവപ്പെട്ട സിവിലിയനായ അഫ്ഗാനിസ്ഥാനി, ഒരു സാധാരണക്കാരനായ അഫ്ഗാനി, തന്റെ സ്വന്തം പൊന്നുമോൻ തന്റെ പൊട്ടു മുന്നിൽ പിടഞ്ഞ് പൊട്ടി തകർന്ന് തരിപ്പണമാകുന്ന നിമിഷത്തിലും അയാൾ നിസ്കാരത്തിലാണല്ലോ. ഏത് ശക്തിയാണ് അയാളെ പിടിച്ചു നിർത്തിയത്? ഏത് ശക്തിയാണ് അയാളെ നിയന്ത്രിക്കുന്നത്? ഏത് വലിയ ശക്തിയാണ് അയാൾക്ക് ഈ കോൺഫിഡൻസ് കൊടുത്തത്? ഏത് വലിയ ശക്തിയാണ് അയാൾക്ക് ഈ ആത്മവിശ്വാസം കൊടുത്തത്? താലിബാന്റെ പണിഷ്മെന്റ് ജയിലിന്റെ അകത്തളത്തിൽ കിടന്നിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അദ്ദേഹം ആ ജനാസ എടുത്ത് പോളിത്തീൻ കവറിൽ പൊതിഞ്ഞിട്ട് അത് തൊട്ടു മുന്നിൽ വെച്ച് വീണ്ടും നിസ്കരിച്ചു. എന്നിട്ട് ആ ജനാസ താനെടുത്ത കുഴിയിലേക്ക് വെച്ച് മറമാടി ശേഷം വീണ്ടും പ്രാർത്ഥിച്ചു. ഞാൻ ആലോചിച്ചു പോയി, ഇദ്ദേഹത്തിന് ഈ പ്രതിസന്ധി നിർഭരമായ ദുരന്തപൂരിതമായ ദുർഘട സമ്പന്നമായ ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഏതോ ഒരു ശക്തിയെ വിളിക്കുന്നുവല്ലോ, ഏതോ ഒരു ശക്തിയിലേക്ക് അദ്ദേഹം വരമേൽപ്പിക്കുന്നുവല്ലോ. ഏത് ശക്തിയാണ് ആ ശക്തി? Who is the real owner of the universe? ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിന്റെ അധിപതി അതായിരിക്കുമോ? എന്റെ ചിന്താമണ്ഡലങ്ങൾ വികസിക്കാൻ തുടങ്ങി, എന്റെ ചിന്താമണ്ഡലങ്ങൾ പരന്നൊഴുകാൻ തുടങ്ങി. അവസാനം 6 മാസങ്ങൾക്ക് ശേഷം താലിബാൻ പട്ടാളത്തിന്റെ പിടിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ താലിബാൻ പട്ടാളക്കാരന്റെ കയ്യിലേക്ക് വെച്ചു തന്ന വിശുദ്ധ ഖുർആനിന്റെ കോപ്പി ഞാൻ ഉയർത്തിപ്പിടിച്ചിരുന്നു. ടോണി ബ്ലെയർ എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ കണ്ടപ്പോൾ ഞാൻ ആദ്യമായി എന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എങ്ങനെയാണ് ഈ സ്ഥീരങ്ങളിലേക്ക് അവർ അണിഞ്ഞു ചേർന്നത് എനിക്കറിയില്ല.
പാവപ്പെട്ട താലിബാൻ പട്ടാളക്കാരന്റെ നിസ്കാരം കണ്ടാൽ അദ്ദേഹത്തിന്റെ ആ ദുരന്തപൂരിതമായ ഒരു സാഹചര്യം സംജാതമായപ്പോൾ അതിന് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ആ സാഹചര്യത്തെ അതിജീവിച്ചത് എന്ന ദൃശ്യം കണ്ടപ്പോൾ ഇവോൺ വുഡ്ലി ഇസ്ലാമിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ മജ്‌ലിസിൽ വന്നെത്തിയ പ്രിയപ്പെട്ട യുവാക്കളെ, ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കുക. നമ്മൾ കൃത്യമായി നിസ്കാരം പുലർത്തുന്ന ആളുകളാണ്. നമ്മൾ അല്ലാഹുവിന് കൃത്യമായി ആരാധന അർപ്പിക്കുന്ന ആളുകളാണ്. വാസ്തവത്തിൽ എന്റെ ആരാധന അത് അല്ലാഹുവിൽ സമർപ്പിതമായ ആരാധനയാണോ? എന്റെ നിസ്കാരം അത് അല്ലാഹുവിൽ സമർപ്പിതമായ നിസ്കാരമാണോ? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ പറഞ്ഞാൽ ഇവോൺ വുഡ്ലി കണ്ടുകൊണ്ടിരുന്നു. തന്റെ മകൻ തന്റെ തൊട്ടുമുന്നിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി തകർന്ന് തരിപ്പണമായപ്പോൾ ആ സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട സിവിലിയൻ അഫ്ഗാനി അയാൾ തന്റെ ഖിബിലയ്ക്ക് നേരെ നിന്ന് ആ കെട്ടിയ കരങ്ങൾ അടിച്ച് അന്തം വിട്ട ആ കുഞ്ഞിന്റെ പിറകെ പോയില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ആ പിതാവിന് ആ കുഞ്ഞു മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആ പ്രിയപ്പെട്ട പിഞ്ചു മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ കുഞ്ഞു മോനെക്കാളും ആ പിഞ്ചു പൈതലിനെക്കാളും അയാൾ സ്നേഹിക്കുന്ന ഒരു അതീന്ദ്രിയമായ ശക്തിയുണ്ട്. ആ ശക്തിയിൽ ആ പവറിൽ ആ സോഴ്സിൽ അയാൾ അർപ്പിച്ചിരിക്കുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ്, എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്റെ മനസ്സകങ്ങളെയും എന്റെ ബുദ്ധി കേന്ദ്രങ്ങളെയും എന്റെ ചിന്താമണ്ഡലങ്ങളെയും അതൊരുപാട് വിസ്ഫോടനാത്മകമായി ഉപരിവിപ്ലവാത്മകമായി പരിവർത്തനങ്ങളുടെ മഹാവാതായനങ്ങളും സാഗരങ്ങളും എന്റെ മേൽക്ക് തുറന്നിടുകയാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയുമോ?